സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുക്കിയവൻ പിന്നീട് അനേകർക്ക് വിശുദ്ധ തൈലമായിട്ട്, സൗഖ്യത്തിൻ്റെ, മോചനത്തിൻ്റെ തൈലമായിട്ട് മാറി. ഒരുപാട് അവഗണനയോടെ പിറന്നവനാണ് നമ്മുടെ രക്ഷകൻ. അവൻ തൻ്റെ ജീവൻ വെടിഞ്ഞതോ അവഹേളനങ്ങൾക്ക് നടുവിലും. ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മുടെ കണ്ണുകൾ നനയുന്നത്, നമ്മുടെ ശബ്ദം ഇടറുന്നത്, നമ്മുടെ ഹൃദയം നുറുങ്ങുന്നത്. ഈ തിരിച്ചറിവിലേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. കാൽവരിയിലെ എൻ്റെ ഈശോ, അവൻ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും സ്നേഹങ്ങളും ഇവയുടെ പ്രതിധ്വനിയാണ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. എക്കോസ് ഓഫ് കാൽവരി. നമ്മുടെ ഹൃദയം തുറക്കാം, നമുക്കാകെ നിശബ്ദമാകാം. ഈശോ നമ്മെ നയിക്കട്ടെ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിലാഞ്ഞതും നിൻ ശിരസുയരുവാനല്ലയോ, കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാറിടം ആഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ, മകനേ മകനേ നീ മാന്യനായിടുവാൻ, മകനേ മകനേ നീ മാന്യനായിടുവാൻ, കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു, മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു, മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അപരന്റെ മനസ്സിൻ കോടതി മുറിയിൽ വിചാരണ നേരിടുമ്പോൾ വാദിക്കാരുമില്ലാത്ത നിൻ സങ്കടം ആശ്വാസമായി വളരുന്നു. ും
ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ വിധിക്കാറുണ്ട്. ഈശോ അന്യായമായി പീലാത്തോസിന്റെ മുൻപിൽ വിധിക്കപ്പെടുന്നു. വളരെ നിസാരമെന്ന് കരുതി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഊതിപ്പെരുപ്പിച്ച് വലിയ കാര്യങ്ങളാക്കി. അതുമൂലം മുറിവേറ്റവരോ വളരെ. കർത്താവ് പോലും വിധിക്കാൻ മടിച്ച സമയങ്ങളിൽ നമ്മുടെ ഹൃദയ കോടതിയിൽ അനേകരെ നമ്മൾ വിചാരണ ചെയ്തു മരണത്തിന് വിധിക്കപ്പെട്ടു. നമുക്ക് ഈ സമയം ഈശോയുടെ മാപ്പ് ചോദിക്കാം. നമ്മുടെ ഉറ്റവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. നമ്മൾ ആരെയൊക്കെയോ വേദനിപ്പിച്ചോ അവരോടെല്ലാം മാപ്പ് ചോദിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ കൈകളിൽ നിന്നും വാങ്ങുന്ന കുരിശുകൾ കൃപകളാകും. മറ്റാർക്കും നൽകാതെ താതൻ കരുതിയ സ്വർഗീയ സമ്മാനമാകും. ഈശോയെ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ കിടന്നു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് എന്ന വാക്ക് നമുക്കെല്ലാവർക്കും വളരെ വേദന തരുന്നൊരു കാര്യമാണ്. ഒട്ടും സന്തോഷകരമായ ഒരർത്ഥമല്ല കുരിശ് നമുക്ക് നൽകുന്നത്. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ കർത്താവേ, ഇവൻ എനിക്കൊരു കുരിശാണല്ലോ, എന്തിന് നീ എനിക്ക് കുരിശ് തന്നു എന്നൊക്കെ. എന്നാൽ ഈശോ വഹിച്ചത് അത് കുരിശായിരുന്നില്ല, അത് സ്നേഹമായിരുന്നു. നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം. ഈ സമയം നമ്മുടെ കുരിശുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എൻ്റെ കുടുംബമാണോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണോ? എൻ്റെ ജോലിയാണോ? എൻ്റെ മക്കളാണോ? എൻ്റെ ഭർത്താവാണോ? എൻ്റെ ഭാര്യയാണോ? ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഓരോ കുരിശും കൃപകൾ ചാലുകയേറുവാനുള്ള അത്ഭുത വഴികളാണെന്ന് നാം തിരിച്ചറിയണം. കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയോ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കാൽവരി യാത്രയിൽ താതനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചവൻ വീഴുകയാണെങ്കിൽ താതന്റെ കൈകളിൽ മാത്രമെന്നുറപ്പിച്ചവൻ പരീക്ഷണ
പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. മൂന്നാം സ്ഥലം, ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ഓരോ സമയം വീണപ്പോഴും ഈശോയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് ശക്തി നൽകിയത് പിതാവായിരുന്നു. പിതാവിൻ്റെ ഹിതം മുന്നിൽ കണ്ട് മാത്രം കുരിശിൻ്റെ വഴി അവൻ നടന്നു നീങ്ങി. ഈശോ വീണതെല്ലാം പാപികളായ നമുക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ നമ്മുടെ വീഴ്ചകൾ ആർക്കു വേണ്ടിയാണ്? വീണ്ടും വീണ്ടും പാപത്തിൻ്റെ കുഴിയിലേക്ക് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ തോറ്റുപോകുന്നത് കർത്താവല്ലേ. അവൻ ഓരോ വീഴ്ച വീണപ്പോഴും അതെല്ലാം പാപത്തിൽ നിന്ന് കരകയറുവാനുള്ള എൻ്റെ ഉയർപ്പിൻ്റെ അടയാളമാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പാപം ആവർത്തിക്കുന്നത്. ഈ നിമിഷം നമ്മുടെ പാപങ്ങൾ ഓർത്ത്, നമ്മുടെ വീഴ്ചകൾ ഓർത്ത്, തഴക്കദോഷങ്ങൾ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. യുവത്വം തളരുന്ന വഴികളെ അമ്മ മകനൊപ്പം നെഞ്ചിലേറ്റി. കുരിശിന്റെ ചിറകിൽ ഉയിർപ്പിനെ പുൽകാൻ കഴുകനെ പോലുയരാൻ. ഈശോയെ നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി യാത്രയിൽ അങ്ങോളം ഇങ്ങോളം പിന്തുടർന്നു സുതനേ നീ. കാൽവരിയോളം പിടയുന്നു നെഞ്ചകം, നിറയുന്നു നൊമ്പരം, തുടയ്ക്കുന്നു നിൻ സുഖം ദിവ്യദൃഷ്ടിയാ, ദിവ്യദൃഷ്ടിയാ. കാൽവരി യാത്രയിൽ അങ്ങോളം ഇങ്ങോളം പിന്തുടർന്നു സുതനേ കാൽവരിയോളം. ദൈവം കൽപ്പിച്ച വാക്കുകൾ ഹൃദയത്തിൽ പേറി ഒരമ്മ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ നടന്നു നീങ്ങി. ദൈവഹിതത്തോട് ഒരു ചെറുവിരൽ കൊണ്ടുപോലും മറുതലിക്കാതെ അമ്മ ആ നോവ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ദൈവഹിതം തിരിച്ചറിയാൻ നമ്മൾ എത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് പരിശ്രമിക്കുന്നുണ്ടോ? ആദ്യം മുതലേ ദൈവഹിതം തിരിച്ചറിഞ്ഞ മറിയത്തെ പോലെയാകാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധതയോ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അറിയില്ല ശിമയോന് അവനുടെ പാപങ്ങൾ തീർത്തൊരു കുരിശിതെന്ന്. അറിയില്ല ശിമയോന് അവനുടെ രക്ഷയായി ഇരുമി കുരിശിതെന്ന്. അറിയുന്നു ഞാൻ ചുമന്നിടുന്ന ഭാരങ്ങൾ പലതുമെൻ പാപമെന്ന്. അറിയുന്നു എന്നുടെ ദുഃഖങ്ങൾ ഏറെ എൻ രക്ഷാമാർഗ്ഗമെന്ന്. യേശുവേ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 5-ാം സ്ഥലം. ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയലിൽ നിന്ന് വരുന്ന ശിമിയോനെ കുരിശെടുക്കുവാനായിട്ട് റോമൻ പടയാളികൾ നിർബന്ധിച്ചു എന്നാണ് നാം വായിക്കുന്നത്. നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിമയോൻ ആ സഹായം നിരസിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒപ്പമുള്ളവർക്കൊരു കൈത്താങ്ങാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. അങ്ങനെ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം പശ്ചാത്തപിക്കാം. മറ്റുള്ളവരുടെ കുരിശിൽ ഒരു കൈത്താങ്ങാകാൻ നമുക്ക് സാധിക്കാതെ പോയ സാഹചര്യങ്ങളെ ഓർക്കാം. നമ്മുടെ വേദനകളിലും വിഷമങ്ങളിലും നമ്മളൊരു ശിമയോനെ തിരയും ഒരു കൈ സഹായത്തിനായിട്ട്. എന്നാൽ എൻ്റെ സഹോദരന് സഹോദരിക്ക് ഞാൻ എപ്പോഴെങ്കിലും ഒരു ശിമയോനായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. ഈ വലിയ തെറ്റിനെ ഓർത്ത് ഈ നിമിഷം നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയോ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഗത്സമനീലന്ന് മാലാഖ വന്നപ്പോൾ വേറൊനിക്കാരുന്നു. മറ്റാരും ആശ്വാസമില്ലാത്ത യാത്രയിൽ നാഥന്റെ മുഖം തുടച്ചു. നീ എനിക്കേകിയ ആശ്വാസത്തൂവാല ഞാനിന്ന് കയ്യിലേന്തും. ഞാനൊരു മാലാഖയാകും ഇനിയെന്നും സോദരമിഴി തുടയ്ക്കും. ഈശോയേ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 6-ാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വെറോനിക്ക ഓരോ സമയവും ഈശോയെ കണ്ടപ്പോഴൊക്കെ ഈശോയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ്റെ ശാന്തതയും അവൻ്റെ സൗന്ദര്യവും ആർക്കും അവൻ്റെ മുഖത്ത് നിന്ന് കവർന്നെടുക്കാൻ സാധിച്ചിരുന്നില്ല. ആയിരങ്ങളെക്കാൾ സുന്ദരനെ കണ്ടതിലേറ്റം വല്ലഭനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ
കേട്ടതിലോ നല്ല സംഗീതമേ നിന്നെ കാണുവാനായി വന്നിതാ വാഴ്ത്തുവാനായി നിന്നിതാ നിന്നെ കാണുവാനായി വന്നിതാ വാഴ്ത്തുവാനായി നിന്നിതാ ആയിരങ്ങളെക്കാൾ സുന്ദരനെ കണ്ടതിലേറ്റം നല്ലവനെ ആയിരങ്ങളെക്കാൾ സുന്ദരനെ കേട്ടതിലോ നല്ല സംഗീതമേ. വേറോനിക്ക ആരെയും വകവയ്ക്കാതെ റോമൻ പടയാളികളുടെ നടുവിലൂടെ ഈശോയെ സമീപിക്കുന്നു. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. എത്ര മനോഹരമായ വാക്കുകൾ. നമ്മുടെ ഒപ്പമുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാനായി വിളിക്കപ്പെട്ട നമ്മൾ എത്ര പേരുടെ കണ്ണീരിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ, നോട്ടം, പ്രവൃത്തി എത്ര പേർക്ക് കണ്ണീര് സമ്മാനിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്തവിക്കാം. കൂടെയുള്ള എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ കരുത്തേകേണ്ട തിരുത്തൂവാലകൾ കരുതേണ്ട കൈകളിൽ കർത്താവെ ഞാൻ കയ്പ് നീര് കരുതിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആശീർവദിച്ചല്ലോ ഭൂമിയെ നാഥൻ പൂഴിയിൽ വീണ നേരം മണ്ണിൽ നിന്നും വന്ന മർത്യൻ തന്മേനി ൂഹായെ വീണ്ടുമേകാം. മനുജന്റെ പാദങ്ങൾ തട്ടുന്ന കല്ലുകൾ ചുംബിച്ചുവല്ലോ നാഥൻ. തടസ്സങ്ങൾ പോലും അനുഗ്രഹമാകാം, വീഴ്ചകൾ പാഠമാകാം. ഈശോയേ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ കിടന്നു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പലപ്പോഴായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾ ഈ സമയം നമുക്ക് ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കാം. ഇനിയുള്ള സഹനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. കുരിശുകൾ അനുഗ്രഹവും വീഴ്ചകൾ പാഠങ്ങളുമാണെന്ന് തിരിച്ചറിവ് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന തിന്മകൾ നമ്മുടെ ആത്മാവിനെ ദുർബലമാക്കുന്നുണ്ട് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പാപങ്ങൾ അത് പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആശ്വാസതൈലമായൊഴുകുവാൻ നാഥൻ സഹനത്തിൽ വിന്തൊരുക്കി. മുറിവുകളെല്ലാം മരുന്നായി നൽകാൻ ആത്മാവിൻ ക്ഷതമുണർത്താൻ. ഇടയനാകാൻ നാഥൻ സഹാക്കുന
8-ാം സ്ഥലം. ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോളേജ് പഠനകാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എല്ലാ മാസവും വഴിയരികിലുള്ളവർക്ക് പൊതിച്ചോറ് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവൻ്റെ കൂടെ പോകാനിടയായി. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ അവസാന പൊതിച്ചോറും വഴിയരികിലുള്ള ഒരു ഭിക്ഷക്കാരന് കൊടുത്ത് ഞങ്ങൾ തിരിയുന്ന സമയത്ത് ദൂരെ നിന്നൊരു മനുഷ്യൻ ഓടി വരുന്നത് കണ്ടു. അത് കണ്ട മാത്രയിൽ അവൻ ബൈക്കിൽ കയറാൻ നിൽക്കാതെ അവിടെ തന്നെ ആയത്. അദ്ദേഹം ഓടി വന്നിട്ട് ഇവൻ്റെ മുമ്പിൽ കൈ നീട്ടി, എനിക്ക് ചോറില്ലേ എന്ന് ചോദിച്ചു. ഇവൻ എന്നെയും നോക്കി ആ ഭിക്ഷക്കാരനെയും നോക്കി. എന്നിട്ട് കൂപ്പിയ കൈകളോടെ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല ഏട്ടാ, തീർന്നു പോയി. ഉടനെ തന്നെ ഈ പൊതിച്ചോറ് വാങ്ങിയ ആ ഭിക്ഷക്കാരൻ ധൃതിയിൽ തൻ്റെ സഞ്ചിയിൽ നിന്നൊരു പാത്രമെടുത്ത് തനിക്ക് ലഭിച്ച പൊതിച്ചോറിൻ്റെ പകുതി പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഒരുവിധം അദ്ദേഹം ആ പൊതിച്ചോറ് പൊതിഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ നേരെ നീട്ടി. വേദനയുടെ സഹനത്തിൻ്റെ തീച്ചൂളയിലായിരിക്കുന്ന സമയത്ത് ഒപ്പമുള്ളവൻ്റെ കണ്ണീര് കാണാൻ അവനെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഈശോയെ പോയി നമുക്കും സാധിക്കണം. സ്വയം നീറിത്തീരുമ്പോഴും എൻ്റെ ഒപ്പമുള്ളവന് വെളിച്ചമാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. ഈശോ നമുക്ക് ഈ ഒരു പ്രത്യേക കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തള്ളിപ്പറഞ്ഞ പത്രോസിൽ നിന്നും ഞാനേറെ ദൂരെയല്ല. ഒറ്റിക്കൊടുത്തൊരായുദാസിൽ നിന്നും ഞാനേറെ അകലെയല്ല. പ്രലോഭനങ്ങൾക്കെല്ലാം എന്തൊരു സൗന്ദര്യം പതറുന്നു എൻ മനസ്സ്. ശാശ്വത ആനന്ദലഹരിയിലാഴ്ത്തണേ, അതിലെന്നും ലയിച്ചിടട്ടെ. ഈശോയെ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ കിടന്നു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. അസഹനീയമായ വേദന സഹിക്കുമ്പോഴും വീണ്ടും വീണ്ടും കാൽവരിയിലേക്കുള്ള യാത്രയിൽ വീണ് ചോര വാർന്നൊഴുകുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ എൻ്റെയും നിൻ്റെയും മുഖം മാത്രം. യേശുവേ നിൻ മുന്നിലേക്കായി കുമ്പിടുന്നു ഞാൻ. ഇന്നേകുന്നു ചോരയിൽ നീ മുങ്ങുമ്പോഴും എന്നെയോർത്തല്ലോ. എൻ ജീവൻ കാത്തല്ലോ. ആരാധിച്ചെന്നു ഞാൻ ആത്മാവിൽ ധീരനായി. ആകാശം താഴെ വീണാലും നാദം കാണുപോയി എൻ മനം. ആകാശം താഴെ വീണാലും നാദം കാണുപോയി
പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപയുടെ വേലികൾ പൊളിച്ചു നീക്കിയ പാപങ്ങൾ ചെയ്തു നീങ്ങി. സ്വർഗീയ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഞാൻ ആത്മാവിൽ കറകളേറ്റി. താബോറിൻ തൂവെള്ള വസ്ത്രം പോലെന്നുടെ ഹൃദയത്തിനു വെണ്മയേകൂ. യോർദാനിൽ ചിറകു വിരിച്ച വെൺപ്രാവു പോൽ ആത്മാവിൽ പറന്നുയരാം. യേശുവേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. യേശുമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരദൂഷണം, കുറ്റം പറച്ചു. മറ്റുള്ളവരെ സമൂഹ മധ്യത്തില് 4 കീറി ഒരു ഭാഗം പറ്റിയവരാണോ നമ്മൾ ആരുടെയെങ്കിലും സൽപ്പേരിന് കളങ്കം വരുത്തിയിട്ടുണ്ടോ? ദൈവപിതാവ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മളെ ഓരോരുത്തരെയും കുറ്റം വിധിക്കാനും പരദൂഷണം പറയാനും ആരാണ് എനിക്ക് അധികാരം നൽകിയത്? എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാവേണ്ട ഞാൻ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണ്? അങ്ങനെ ആരുടെയെങ്കിലും സൽപ്പേരിനെ കളങ്കു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ആത്മാർത്ഥമായി നമുക്ക് പശ്ചാത്തപിക്കാം. ഈശോയുടെ കുരിശിലെ അഭയം പ്രാപിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ചുമലിൽ ചുമന്നൊര പാപങ്ങളെല്ലാം കുരിശിൽ നീ തൂക്കിയല്ലോ. മനസ്സിൽ തറച്ചൊരാണികളെല്ലാം നാഥനു നൽകിയല്ലോ. നോവിനു ശമനമായി പടയാളി നൽകിയ ലഹരി നീ നിരസിച്ചുവോ. ദുഃഖം മറക്കുവാൻ ഞാൻ ഇന്നു തേടുന്ന നിമിഷസുഖം ത്യജിക്കാം. ഈശോയേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 11-ാം സ്ഥലം. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി.
പേർക്കല്ലയോ തോന്നി രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മരണനേരത്ത് എല്ലാരും നിന്നെ കൈവിട്ടതോർത്തിടുന്നു. ആരും ഇല്ലാത്ത നേരത്ത് അമ്മ അനുഗ്രഹമായിടുന്നു. കാൽവരി മലയിൽ അമ്മയും ശിഷ്യനും പടയാളികളും ചേർന്നു. മാതാവിനൊപ്പം നിന്നും തിരുബലിയർപ്പണഭാഗ്യമേകൂ. ഈശോയെ നിന്റെ ദിനതീരാരക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോകില്ല. കുരിശിനരികിൽ അകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോകില്ല. കുരിശിനരികിൽ അകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. എനിക്കും നിനക്കുമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നവൻ ഇപ്പോൾ ഒറ്റയ്ക്കായി. എൻ്റെയും നിന്റെയും പാപപരിഹാരാർത്ഥം ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവൻ ഇപ്പോൾ ഒറ്റയ്ക്കായി. ഓരോ സമയവും നമ്മൾ പാപം ചെയ്യുമ്പോൾ സാത്താൻ ഒരുക്കി വെച്ച ചതിക്കുഴിയിലേക്ക് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയല്ലേ? സ്വയം ചതിക്കപ്പെടാൻ അനുവദിക്കുകയല്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം യഥാർത്ഥത്തിൽ എൻ്റെയും നിന്റെയും ആത്മാക്കളോടുള്ള ദാഹമാണെന്ന് തിരിച്ചറിയുക. ഇനിമേലിൽ പാപത്തോട് നോ പറയാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയോ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പാപത്തിൽ മരിച്ചൊരു ലോകത്തെ
പതിമൂന്നാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അമ്മ കന്യ മണി തന്റെ നിർമ്മലതോ കങ്ങളിപ്പോ നന്മയാലേ മനപ്പെട്ടു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പരവാനോ വാക്കു പോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. കാൽവരിയിലെ യാത്രയിൽ ഈശോയ്ക്കൊപ്പം നടന്ന് ഈശോയോടൊത്ത് സഹിച്ച മറ്റൊരു വ്യക്തിയില്ല, അമ്മയോളം. തൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ സ്നേഹവും ലാളനയും ഏറ്റ് മടിയിൽ കിടന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ വയ്യാതെ മകൻ നിശ്ചലമായി ഉറങ്ങുന്നു. ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാനുള്ള ത്രാണിയില്ല. എന്നാൽ ദൈവഹിതം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ തൻ്റെ മകനെ ബലിക്ക് അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാടിനെ പോലെ എന്ന പൂർണ്ണ തിരിച്ചറിവോടെ അമ്മ വളർത്തി. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരം പറയുന്നു: ഈശോ കുരിശിന് താഴെ വെച്ച് നമുക്ക് നൽകിയത് വെറും ഒരു സ്ത്രീയെയല്ല, മറിച്ച് ഏറ്റവും സ്നേഹവും കാരുണ്യവും തുളുമ്പുന്ന ഒരമ്മയെ തന്നെയാണെന്ന്. ഈ അമ്മയുടെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അവനോടൊപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ്റേതു മാത്രമാകും. ഈശോയേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്ക്
ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലറയിലേക്ക് കല്ലുരുട്ടി വെച്ചപ്പോൾ ശിഷ്യന്മാർ കരുതി സത്യം തോറ്റുപോയെന്ന്, നീതി അടക്കപ്പെട്ടുവെന്ന്. എന്നാൽ അവരുടെ നിരാശയ്ക്ക് 3 ദിവസത്തിനപ്പുറം ആയുസ്സുണ്ടായിരുന്നില്ലെന്ന് അവർക്ക് അന്ന് മനസ്സിലായില്ല. ഈ കാലത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ പീഡനങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കണം, തിന്മയ്ക്ക് തങ്ങളുടെ ജീവിതത്തിൽ 3 ദിവസത്തിനപ്പുറം സ്ഥാനമില്ല. 3-ാം നാൾ ക്രിസ്തു സത്യം സർവപ്രതാപത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ജീവിതത്തിൽ നിരാശപ്പെടാതെ പ്രത്യാശയിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എന്താണ് സമാപനം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിൽ വീണ്ടും വീണു പോകുന്ന അവസ്ഥകൾ ഈ നിമിഷം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദോഷം, വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന പാപം, ആവർത്തിക്കപ്പെടുന്ന തിന്മ? അത് ഈശോയുടെ തിരുമുറിവുകൾ ഹൃദയത്തിൽ പതിക്കാത്തതുകൊണ്ടാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ ആബേലച്ചൻ മനോഹരമായൊരു പ്രാർത്ഥന എഴുതി ചേർത്തിട്ടുണ്ട്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ തിരുസുതന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ തിരുമുറിവുകൾ ഹൃദയത്തിൽ പതിച്ചാലും പിന്നെ പാപത്തിന്റെ വേരിന് അവിടെ സ്ഥാനമില്ല. ഈ വിശുദ്ധവാരം ഇങ്ങനെ കടന്നു പോകാനുള്ളതല്ല. പാപത്തെ തോൽപ്പിച്ച് ക്രിസ്തുവിന്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാടേണ്ട, ജീവിച്ച് കാണിക്കേണ്ട വലിയ സാക്ഷ്യത്തിന്റെ ഒരു നിഴലായി നമ്മൾ മാറണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ആബേലച്ചന്റെ മനോഹരമായ പ്രാർത്ഥന. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഇരു കൈകളും വിരിച്ചു പിടിക്കുക. ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഈ നിമിഷം ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വെക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. മനസ്താവ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സലിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു.